പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 11 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്, എത്ര ശ്രേഷ്ഠമായിട്ട് നമ്മളെ കർത്താവ് നടത്തി. ആ കരങ്ങളെ ഉയർത്തി കർത്താവ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ കർത്താവ് എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന് ആമേൻ ആമേൻ. കർത്താവിൻ്റെ കരുതൽ അനുഭവിപ്പാനൊക്കെ കർത്താവ് ഈ പകൽക്കാലം നമുക്ക് ഭാഗ്യം തന്നിരിക്കുക. കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് നന്ദി. കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു. നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു. നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഞങ്ങളുടെ കർത്താവ് നല്ലവനാകുന്നു, ഞങ്ങളുടെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഞങ്ങളുടെ കർത്താവ് നല്ലവനാകുന്നു, ഞങ്ങളുടെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഞങ്ങളുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാകുന്നു. ഇന്നും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാകുന്നു. ഇന്നും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാകുന്നു. ഇന്നും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. താങ്ക് യു ലോർഡ്. ആമേൻ. അങ്ങ് സർവശക്തനാകിയാൽ സ്തോത്രം, അങ്ങ് സർവ സൈന്യാധിപനാകിയാൽ സ്തോത്രം. അങ്ങേപ്പോലെ മറ്റാരുമില്ല. അങ്ങ് കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവനാകിയാൽ സ്തോത്രം. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവ റാഫയാകുന്നു. ഇന്നും അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് സൗഖ്യമാക്കുന്ന റാഫ യഹോവ, ഇന്നും അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടിയിരിക്കുന്നതിനായി സ്തോത്രം. നമുക്ക് ആമേൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ ടൈം സോണുകളിൽ നിന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് കർത്താവെ പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഭാരങ്ങളാൽ കടന്നു പോകുന്നവരുണ്ട്, ദുഃഖത്തിലിരിക്കുന്നവരുണ്ട്. കർത്താവെ ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ വലിയ സ്പർശനം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അയക്കണമേ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ കർത്താവെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി അവരുടെ മേൽ അലയടിക്കട്ടെ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ച ആത്മശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, രോഗശക്തികൾ വിട്ടുപോകട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ തൻ്റെ മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിച്ചിരിക്കുന്നതിനായി സ്തോത്രം. പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സ്വസ്ഥത കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിങ്കളാഴ്ച പ്രഭാതത്തിൽ പുതിയൊരു ഓപ്പണിംഗ് ഉണ്ടാകട്ടെ. നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ പുതിയ ചില ഓപ്പണിങ്സ് ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവേ ആമേൻ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ആത്മീകമായി പിന്നോട്ട് പോയിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, നല്ല ആത്മീക ചൈതന്യത്തോടെ തീഷ്ണതയോടെ മുന്നേറിയവരാണ്, എന്നാൽ ഇപ്പോൾ അല്പം പുറകോട്ടായി അവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ മുൻപോട്ട് വരട്ടെ. അവർ ആത്മീകമായി മുന്നേറട്ടെ. അവർ ആത്മീകമായി ചലിക്കട്ടെ. വിശ്വാസത്തിൽ ഉറയ്ക്കട്ടെ. അവരുടെ പ്രാർത്ഥനാ ജീവിതം മടങ്ങി വരട്ടെ. ദൈവവചന ധ്യാനം മടങ്ങി വരട്ടെ. ആമേൻ 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 ആമേൻ. കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ആ സ്വഭാവം അവരിൽ മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ആത്മീക ജീവിതത്തിൽ വലിയ ചൈതന്യം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ആത്മീക ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനായി സ്തോത്രം. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് വൈകിട്ട് നടക്കാനുള്ള ഓൺലൈൻ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത് വലിയ മഹത്വമായി തീരണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. ആത്മാവിൻ്റെ വലിയ ശക്തി വ്യാപരിപ്പാൻ കർത്താവ് ഇടവരുത്തണം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് നന്ദി.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകും. സൂം പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയും ആയിരിക്കും മീറ്റിംഗ് നടക്കുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് പങ്കെടുക്കാം. സുവാർത്ത എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി യൂട്യൂബിൽ. നിങ്ങൾക്ക് ആ ചാനൽ ലൈവിൽ നിങ്ങൾക്ക് ലഭിക്കും ഇന്ത്യൻ സമയം 9:30 ആകുമ്പോൾ. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. വളരെ ദൈവമക്കൾ വളരെ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു വാക്യമാണ്. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, അങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തെ നിങ്ങൾ പ്രമാണിക്കുന്നവരായിത്തീരും. കർത്താവ് നമ്മളെ ഭൂമിയിൽ വിളിച്ചിരിക്കുന്നത് തനിച്ചൊരു ജീവിതം നയിക്കാൻ വേണ്ടിയല്ല. ആമേൻ. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ തനിച്ച് ജീവിക്കുന്നു, അതല്ല ക്രിസ്തീയ ജീവിതം. നമ്മളെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരോട് ചേർന്ന് നടക്കുവാനും നമ്മളാലാകുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും, മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ, അവരെ തളർന്നിരിക്കുമ്പോൾ അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, മനസ്സലിവ് കാണിക്കേണ്ടവരോട് മനസ്സലിവ് കാണിക്കുവാൻ, കൈ നീട്ടി സഹായിക്കേണ്ടവരെയാണ് അങ്ങനെയുള്ളവരെ സഹായിക്കുവാനൊക്കെ ആയിട്ടാണ് കർത്താവ് നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ആഴമേറിയ അർത്ഥമാണ്. ആമേൻ. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ, ഇവരങ്ങനെയുള്ളവരാ, ഇവരെ പണ്ട് സഹായിച്ചിട്ട് അവരങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അങ്ങനൊരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ഭാരങ്ങളെ ചുമക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്റ്റെപ്പിംഗ് ഇൻ വിത്ത് ഹെൽപ്പ് വെൻ സമ്മൺ ഈസ് സ്ട്രഗ്ലിംഗ്. ആരെങ്കിലും കഷ്ടത അനുഭവിക്കുമ്പോൾ നമ്മൾ അവരുടെ കഷ്ടതയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആമേൻ അവരുടെ കഷ്ടതയിൽ നമ്മൾ അവരെ സഹായിക്കുന്നു. അവരുടെ ദുഃഖത്തിലും അവരുടെ സന്തോഷത്തിലും നമ്മൾ അവരുടെ ഭാഗമായി തീരുന്നു. യേശു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തന്നു. കാൽവരി ക്രൂശിൽ അതിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തി കാണിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളോട് തന്നെ ചോദിക്കുക, ആമേൻ, നമ്മൾ മറ്റാരുടെയെങ്കിലും ഭാരം ചുമക്കാറുണ്ടോ? അതോ നമ്മുടെ ഭാര്യ, നമ്മുടെ കൊച്ചുമക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള ചിന്തയിൽ പോകുന്നവരാണോ? ആമേൻ. നമ്മൾ ആരെയെങ്കിലും മാനസികമായിട്ട് സഹായിക്കാറുണ്ടോ? അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ആത്മീകമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഏതെങ്കിലും രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ കൈത്താങ്ങ് കൊടുക്കാറുണ്ടോ? നമ്മൾ പറയും, ഞാൻ അങ്ങ് ദൂരെയുള്ള ആളുകളെയൊക്കെ സഹായിക്കുന്നുണ്ട്. നോ, നിൻ്റെ അടുത്ത് നിൽക്കുന്നവരെ നീ സഹായിക്കാറുണ്ടോ? ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ. ആമേൻ. നമ്മുടെ ചുറ്റുപാടിൽ ഒരുപക്ഷെ അവർ നമ്മളോട് സഹായം ചോദിച്ചില്ല എങ്കിൽ പോലും ഒരു വിധവയെ കണ്ടാൽ, അവർ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ, ആമേൻ, നമ്മൾ അവരിൽ സഹായം ചോദിക്കാൻ വേണ്ടി നിൽക്കണ്ട. ചിലപ്പോൾ അവരവരുടെ മാന്യത കാരണം സഹായം ചോദിച്ചെന്ന് വരത്തില്ല. ഒരുപക്ഷെ അവർക്കങ്ങനെ ചോദിക്കുന്ന സ്വഭാവമില്ലായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരും അറിയാതെ അവരെ സഹായിക്കുവാൻ തയ്യാറാകണം. ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്നു, ആത്മീയമായി മുന്നേറുവാൻ സ്ട്രഗിൾ ചെയ്യുന്നു, ഏതെങ്കിലും അഡിക്ഷനകത്തൊക്കെ പെട്ട് കിടക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരെ എൻകറേജ് ചെയ്ത് അവരെ മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. ചിലപ്പോൾ ചിലരുടെ പ്രശ്നം ആരും അവരെ ഒന്ന് കേൾക്കാനില്ല, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആളില്ല, അവരോടൊന്ന് സംസാരിക്കാൻ ആളില്ല. നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവരോടൊന്ന് സംസാരിക്കുവാനും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും ഒക്കെ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം. അതിനൊക്കെ നമ്മൾ പറയും, അതിനൊക്കെ കൗൺസിലേഴ്സ് ഉണ്ട്, അതിനൊക്കെ വിളിക്കപ്പെട്ടവരുണ്ട്. ഇല്ല, നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയും. ഇന്ന് കർത്താവ് നമ്മളെ വിളിച്ചത് തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ, അന്യോന്യം ഭാരങ്ങളെ ചുമക്കണം. നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരോടുകൂടെ നിങ്ങൾ സഹകരിക്കണം. നിങ്ങളുടെ അയൽവാസികളോടൊപ്പം നിങ്ങൾ സഹകരിക്കണം. നിങ്ങളുടെ കൂട്ടായ്മയിൽ വരുന്നവരോടൊപ്പം നിങ്ങൾ സഹകരിക്കണം. അങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കുവാനും സുവിശേഷത്തെ ഭൂമിയിൽ എത്തിക്കുവാനും കഴിയുകയുള്ളൂ. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും എന്നുള്ള സിസ്റ്റത്തിൽ പോയാൽ നമുക്കൊരിക്കലും കർത്താവിൻ്റെ ന്യായപ്രമാണത്തെ പ്രമാണിക്കുവാനും അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിൽക്കുവാനോ കഴിയുകയില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമപ്പീൻ. അതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കുന്നവരായിരിക്കുക. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.